ഹായ് 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 ചെങ്ങമരയിലേക്ക് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ ചെങ്ങമര ഞങ്ങളപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ് അല്ലേ? കുറച്ച് ദിവസമായി നമ്മളിവിടെ നിൽക്കുന്നു. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സ്കൂള് ഇത് നമ്മൾക്കൊരു സ്കൂളല്ല സത്യത്തിൽ, ഞങ്ങൾക്കിതൊരു വീടായി മാറി. നമ്മുടെ ജോണി സാറും അനിൽ സാറും സുധീഷ് സാറും എല്ലാവരും എൻ്റെ സപ്പോർട്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോഴും പറ്റാത്തൊരു സംഭവമുണ്ട്. വില്ലേജ് നമുക്ക് കയറാൻ വേണ്ടി പറ്റിയില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അടുത്ത വരവിൽ നോക്കാം. നമുക്ക് ഒരാൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എന്തായാലും നമുക്ക് ഈ ലാംഗ്വേജ് പ്രശ്നം കൂടി ഉണ്ടായതുകൊണ്ട് ഒരാൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലേ? നമ്മുടെ കെൽവിൻ സാർ ഓക്കെ ബൈ, സി യു അഗൈൻ. താങ്ക് യു പോലെ. എന്നാൽ ഞങ്ങളിവിടുന്ന് പോവുകയാണ്. സാറും കുക്കും ഫുൾ ടൈം ഇവിടെ ഭയങ്കര കമ്പനിയായിരുന്നു. ഇത് ഞങ്ങളുടെ അടുക്കളയാണ്. ഞങ്ങളുടെ അടുക്കളയോടൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ എല്ലാ സാധനം എടുത്തില്ലടാ അല്ലേ? ഇനി നമ്മൾ പോകുന്നത് നമ്മൾ കിമിലേക്ക് തന്നെയാണ് പോകുന്നത്. ആസാം സൈഡാണ് നമ്മൾ പോകുന്നത്. ചിലപ്പോൾ ഞങ്ങൾ ഇറ്റാനഗർ വഴി ആയിരിക്കും പോവുക, ഇല്ലാന്നാണെങ്കിൽ നമ്മൾ കിമിലേക്ക് കയറിയ റൂട്ട് തന്നെയാവും പോവുക. ഏത് റൂട്ടാണെങ്കിലും നമ്മൾ കണ്ടില്ല, പോരുമ്പോൾ ഇരുടാണ്. ഏതായാലും അടിപൊളിയായിരുന്നു. ഇവിടെ ഇന്നേക്ക് 7ാമത്തെ ദിവസം ഏറ്റവും ആണ്. നമുക്ക് 7 ദിവസം പെർമിറ്റ് ഇല്ല, പെർമിറ്റ് കഴിഞ്ഞു. അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. നല്ല സ്വീകരണം. പിന്നെ സാറ് പോയപ്പോഴാണ് ഞങ്ങളെ ജോണി സാറ് പോയപ്പോൾ ഞങ്ങൾ താറി. സാറ് എല്ലാത്തിനും നമ്മളുടെ എന്താ പറയാ, സാറിൻ്റെ ഒരു ഏജ് ഞങ്ങളുടെ ഏജ് തമ്മിൽ എന്താ അച്ഛനും മക്കളും എന്നുള്ളൊരു അത്രയും മാറ്റമുണ്ട്. പക്ഷേങ്കിൽ സാറ് ഞങ്ങളോട് ഒരു ഫ്രണ്ടിൻ്റെ പോലെയായിരുന്നു സാറിൻ്റെ പെരുമാറ്റം അല്ലേ? ഇറങ്ങുവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ അല്ലേ? കുറച്ച് ദിവസമായി ഞങ്ങൾ ഇറങ്ങിയിട്ട് നമ്മുടെ കൂമൻ ഇത് വാൻ ലൈഫായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഞങ്ങൾ ഓട്ടോ ലൈഫായിരുന്നു. ഓട്ടോ ലൈഫിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു യാത്രാസുഖം എന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷയിൽ യാത്രയ്ക്ക് സുഖം ഇല്ല എന്നുള്ളതല്ല. ഇത്ര ഹിൽ സ്റ്റേഷനൊക്കെ കയറി വരുമ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ സമയവും വണ്ടിയും ഒക്കെ ഓക്കെ ആയിട്ട് നമുക്ക് വലിയ ടെൻഷനില്ലാതെ യാത്ര ചെയ്യണമെങ്കിൽ ഓട്ടോ കൊണ്ട് നമ്മൾക്ക് കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലേക്ക് വാൻ ലൈഫിലേക്ക് മാറിയിരുന്നത്. അതൊക്കെ നമ്മുടെ പഴയ പ്രേക്ഷകർക്കൊക്കെ അറിയാം, പുതിയ ആളുകൾക്ക് അറിയണ്ടാവില്ല. സൂര്യൻ അവിടെ നിന്ന് വരുന്നുണ്ട്, അതാണ് കണ്ണിങ്ങനെ അടക്കണത്, കണ്ണിന് പുളിപ്പുര. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ പോയി പിന്നീട് ഞങ്ങൾ ഈ വാനിലേക്ക് വന്നതാണ്. സത്യം പറഞ്ഞാൽ വാനിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേങ്കിൽ ഓട്ടോയിൽ പോകുന്നത് അത് ആ സുഖം ഓട്ടോറിക്ഷയിൽ തന്നെ കിട്ടും കേട്ടോ മക്കളെ അല്ലേ? ഓട്ടോ ലൈഫ് ഈസ് ഓട്ടോ ലൈഫ്, അത് വേറെ തന്നെയാണ്. വാൻ ലൈഫ് എന്ന് പറയുന്നത് അതും വേറെ തന്നെയാണ്. എന്നാൽ പോലെ നമ്മുടെ എല്ലാ സാധനവും കെട്ടി മടക്കി ബാക്കിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കലുണ്ട് ഞങ്ങളല്ലേ, ഇടയ്ക്കിടയ്ക്ക് വണ്ടി സ്റ്റാർട്ടാക്കലുണ്ട്. ക്യാമറമാൻ കുക്കുവിനൊപ്പം ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ സ്റ്റാർട്ടാക്കിയില്ല. ഒരടിക്ക് 2 ദിവസം നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടില്ലെങ്കിലും ഒരൊറ്റ അടിക്ക് കുട്ട സ്റ്റാർട്ടായി. ആണ് കൂമൻ, അതാണ് കൂമൻ. എന്തോ ഒരു ഇടങ്ങേറുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും. നമുക്ക് പോണ വഴിക്ക് സുധീഷ് സാറിന് കാണാം. സുധീഷ് സാറിന് നമ്മൾ കുറേ വീഡിയോയിലായിട്ട് നമ്മൾ പറയുന്നുണ്ട്. സാറിനെ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. പറ്റുന്നതാണ് സാറിനെ പരിചയപ്പെടുക. സാറിൻ്റെ ഓഫീസിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സാർ അവിടെ വന്നിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത് അല്ലേ? സാറിനൊക്കെ തിരക്കായതുകൊണ്ടാണ്, അല്ലെങ്കിലല്ല നമ്മളിവിടെ ഇതിനേക്കാൾ തകർത്തിരുന്നു. പിന്നെ അല്ലേ? ഗേറ്റ് ഓപ്പൺ അല്ലോ? ഗേറ്റ് ഓപ്പൺ. മോനെ ചാടി ഓടി മോമൻ എന്തോ ഒരു ദേഷ്യം. എന്താ കറങ്ങണേ? നിൽക്കണല്ലേ? ഓട്ടോമാറ്റിക് ബ്രേക്ക് വണ്ടി വർക്ക്ഷോപ്പ് കാണിക്കണ്ടല്ലോ. വണ്ടിക്ക് ഓട്ടോമാറ്റിക് ബ്രേക്കാണേ. അവിടെ നിരങ്ങിയുണ്ട്, നിരങ്ങിയാണ്. മതി. കുഴപ്പമൊന്നുമില്ലല്ലേ? ഇപ്പോൾ കുഴപ്പമില്ല. ഉണ്ട്, അടക്കുണ്ട്. ലൈനർ ജാമാകാണ്. ലൈനർ ജാമാകാണ്.
അതായത് നമ്മുടെ ഈ വീല് പൊക്കി വെക്കുകയാണ്. പൊക്കി നോക്കിയിട്ട് എന്താണ് പ്രശ്നം അറിയണം. ഈ വീലിനും ഉണ്ട് ജാം വരുന്നത്, അതുപോലെ തന്നെ ഈ വീലിനും ജാം വരുന്നുണ്ട്. അപ്പോൾ ഏത് വീലിൻ്റെ പ്രശ്നമാണ് എന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ കഴിച്ചിട്ട് ഡ്രമ്മൊന്ന് കൊട്ടി വെക്കുക. അല്ല അപ്പോൾ ഇവിടുന്ന് വർക്ക്ഷോപ്പ് കൊണ്ടുപോകാൻ പോലും വണ്ടി അനങ്ങണില്ല. വണ്ടി ഇതിലൊന്ന് റൗണ്ട് അടിച്ചാൽ നന്നായിട്ടാണ്. ഡയറക്റ്റ് റോട്ടിൽ കയറുകയാണെങ്കിൽ ആകെ സ്ലിപ്പാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെന്തിൻ്റെ ഉള്ളിലേക്ക് പോകണില്ലല്ലേ? ഇതിൻ്റെ കമ്പിയില്ല ചങ്ങന്മാരെ. എൻ്റെ തല പറ്റില്ല, ആ കമ്പി പറ്റില്ല. ഏത് ഇതോ? ഇല്ലേ, ഇതൊക്കെ കൊള്ളൂല. ഉണ്ടോ? ഞാൻ കരുതി ഇതൊക്കെ കൊള്ളണ ടൈപ്പാണ്. ഇനി കുറച്ചും കൂടി താത്തണം. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ചെറിയൊരു ജാമുണ്ട്. എന്ത് ജാമുണ്ട്? ഇങ്ങനെ കൊട്ടാനാ പറഞ്ഞത് അല്ലേ? കൊട്ടാൻ ടൈറ്റ് ഉണ്ട്. ടൈറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇപ്പോൾ വെക്കണം. നേരത്തെ നമ്മൾ ബാക്കൊക്കെ ഇറക്കിന്, അങ്ങോട്ട് ഇറക്കിന്. അപ്പം നമുക്ക് കുറച്ച് ലൂസ് തന്നെയാണ്. പക്ഷെ മുന്നിൽ എല്ലാം ഉണ്ടായിരുന്നു. അടിച്ചു നോക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു കൈ കൊണ്ട് കറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയാണ്. എന്നാൽ ഈ വീല് കൊടുക്കുക, ഞാൻ ആ വീല് നോക്കുക. ഓക്കെ. ജാക്കിയൊക്കെ വൃത്തിയേട്ടാ. നമ്മളെ ജാക്കി അന്ന് ആസാമിൽ താത്താനൊക്കെ നമുക്ക് അങ്ങനെ കിട്ടണേ. അവിടെ കുടുങ്ങി. ഇപ്പോഴും ചെറിയ ടൈറ്റ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ വർക്ക്ഷോപ്പ് ഉണ്ട് ഇവിടെ. അവിടെ പോയിട്ട് കാണിച്ചിട്ട് പോയാൽ മതി. അല്ലാതെ നടക്കൂല അല്ലേ? ഓ കണ്ടേ, പേരും ടൈറ്റായി. ഓ ഫുൾ ടൈറ്റായി. പിന്നെ എങ്ങനെ ചാടും? ചെറിയ ടൈറ്റ് ഉണ്ട്. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലേ? ഇത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടല്ലോ. ഫ്രീ ആണല്ലോ അല്ലേ? ഒരു പ്രശ്നമല്ല. ഇതെന്താട്ടാ വെച്ചിട്ടുണ്ടോ? ഇത് ടൈറ്റ് ആക്കാം. കട്ടായി. അതായത് ക്ലിയർ ആണ്. വർക്ക്ഷോപ്പ് കയറണ ഞാൻ കാണിക്കല്ലേ? ഒന്ന് കാണിച്ചു പോലെ എന്തായാലും ബൈക്കിൽ അതേ കുടുങ്ങണ്ട. പിന്നെ നമ്മൾ ഗേറ്റൊക്കെ തുറന്നിട്ട് നമ്മളെ സാറ് കെൽവിൻ സാറ് അവിടെ തയ്യാറാണ് നമ്മളെ യാത്ര അയക്കാൻ. സാർ ഓക്കെ ബൈ. ഓക്കെ ബൈ. വർക്ക്ഷോപ്പ് किधर है? हाँ അവിടെ ഉണ്ട് അല്ലേ? ये सामने वो सामने ये सामने ठीक है ओके. അതായത് ഞങ്ങളെ ഗാരേജിലേക്ക് വന്നിക്കണ്. വണ്ടി ഇവിടെ എന്താ പറയുക, ഒന്ന് നോക്കാൻ വേണ്ടി തയ്യാറാണ് അല്ലേ? വേറെ വണ്ടിയൊന്നും ഇല്ലാത്ത ഭാഗ്യം. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടൊരു ചർച്ചുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ചർച്ചിൽ അവിടുത്തെ പാസ്റ്ററായിരുന്നു നമ്മളെ വില്ലേജിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. ശരി, അദ്ദേഹത്തിന് തിരക്കായിപ്പോയി. എല്ലാവർക്കും അതാണ് പ്രശ്നം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നോക്കിയിട്ട് നമ്മൾ നൈസായിട്ട് വിടുക. അപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടാ. ഇനി എന്നും പോകാൻ പറ്റൂലാവോ? കാരണം ഒരുപാട് നേരം വൈകി കഴിഞ്ഞാൽ നമുക്ക് അധീനമില്ലാതായി പോയി അല്ലേ? സംഭവം ഇപ്പോൾ നമ്മളവിടുന്ന് റെഡിയാക്കിയത് റെഡിയായി. അതന്നെ അല്ലേ? സുഖമായിട്ട് കറങ്ങുന്നുണ്ടല്ലോ. എന്താ ഇതൊക്കെ ഇതാണ്. ഓക്കെ സുധീർ സാറിനെ കൂടി കണ്ടു കഴിഞ്ഞാല് സീറോനെ നമ്മൾ താൽക്കാലികമായിട്ട്, അതായത് ഈ യാത്രയിൽ പൂർണ്ണമായിട്ടും നമ്മുടെ യാത്രയെ സംബന്ധിച്ചിടത്തോളം, ഈ യാത്രയല്ല ഇനിയുള്ള യാത്രകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് സമയത്ത് നോക്കുമ്പോൾ ഈ സീറോനെ നമ്മൾ താൽക്കാലികമായിട്ടാണ് വിടുന്നത് കേട്ടോ. വിട്ടിട്ടില്ല, വിടണം. അതിന് മുമ്പ് നമ്മൾ സുധീർ സാറിനെ അങ്ങോട്ടേക്ക് പോയോണ്ടൊക്കെയാണ്.
മാർക്കറ്റ് അമ്പോളി ഡെയിലി മാർക്കറ്റ് അല്ല, നമുക്ക് ഇതിലെ നേരക്കാണ്. അതാ അഗ്രികൾച്ചർ ജില്ലാ അഗ്രികൾച്ചർ ഓഫീസാണ്. മേലക്കൂടെ കയറി പോകണം. സുധീഷ് സാർ ഇങ്ങനെ നമ്മുടെ വീഡിയോയിലുണ്ട് എന്നല്ലാതെ ആളത് ആർക്കും അറിയില്ല. ഇതാണ് നമ്മുടെ സാറിനൊന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ വളരെ ഉപകാരം. എൻ്റെ സുധീഷ്, നാട്ടിൽ വയനാടാണ്. ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇവിടെ സ്പൈസസ് ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഓഫീസാണ്. അതെ, സാറിൻ്റെ ഓഫീസിൽ നമ്മൾ യാത്ര അറിയാണ്ട് വന്നതാണ്. സാറൊക്കെ വളരെ തിരക്കായി പോയി. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ സാർ ഇതിനേക്കാൾ കളറായനല്ലേ. അതെ, ഞാൻ ഒരിക്കലും എന്താ പറയുക ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ കൂടെ ഒന്ന് പകല് ഒന്ന് കൂടാന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്ന് കറങ്ങാൻ വരാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കഴിയണ്ടല്ലേ, എനിക്കും നാട്ടിലോട്ട് പോകാനുണ്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി ഇന്ന് ഹോളിഡേ ആണ്, എന്നാൽ പോലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഇന്ന് ലീവ് വന്നിട്ടും ഒരു ചെയ്യണോ, മാർച്ച് വരെ തന്ന പെട്ടെന്ന് ഡിസംബറിൽ തീർക്കണം എന്നുള്ളൊരു ഓർഡർ വന്നു. അതിൻ്റെ ഇതാണ്, അതിൻ്റെ ഭാഗമായിട്ടാണല്ലേ. എന്നാൽ പിന്നെ സാറേ ഞങ്ങൾ ഇറങ്ങുവാണ്. എന്തായാലും അടുത്തവരെ നമുക്ക് നമ്മൾ തകർക്കണം. ശരി സാർ, ഓക്കെ ഞങ്ങൾ പോകട്ടോ. ഓക്കെ, വിളിക്കാം. എന്നാൽ പിന്നെ ഞങ്ങൾ എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ബീഹാറിലാണ് ഇനി നമുക്കൊരാളെ കാണാൻ. അതുവരെ ഇനി നമ്മളുടെ സാറ് പറഞ്ഞ റൂട്ട് എങ്ങനെ വെച്ചാൽ ഇറ്റാനഗർ വഴി ഇറങ്ങാനും. ഇറ്റാനഗർ വഴി ഇറങ്ങിയാൽ നമുക്ക് സിൽച്ചാർ ആയിരിക്കാം നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് ഞാൻ കരുതുന്നുണ്ട്. എത്രത്തോളം സിൽച്ചാറാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചില്ല. നമ്മൾ ഉറപ്പിച്ചെങ്കിൽ നമ്മൾ ആസാമിലെത്തട്ടെ അല്ലടാ, ഇറങ്ങല്ലേ. അപ്പോൾ അതാണ് സുധീഷ് സാറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അവരൊക്കെ എന്താ പറയുക, അവർക്ക് അവരുടേതായ വർക്കുണ്ട്. നമ്മളിങ്ങനെ ഊരുണ്ടി നടക്കുന്ന ആൾക്കാർ. പക്ഷേ എങ്കിലും എന്നാൽ പോലും അവരൊക്കെ പരമാവധി അവരെ കൊണ്ട് കഴിയുന്ന പോലെ സാറ് അവിടെ നമുക്കുള്ള പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതാ പറഞ്ഞത്, എന്നാലും ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ നമുക്കൊക്കെ ചെയ്തു തരുന്നു. നൈറ്റിൽ നമ്മൾ കാണാൻ വരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് അല്ലേ. പോലെ നമ്മള് പോട്ടിനിലേക്ക് ഇവിടുന്ന് 44, ഇറ്റാനഗർ 103 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകേണ്ടത്. നമ്മൾ വരുമ്പോൾ ചെക്ക് പോസ്റ്റ് ആണ്. പക്ഷേ ഇതൊക്കെ നമ്മള് രാത്രി രാത്രി ആയതുകൊണ്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല അല്ലെ. പിന്നെ ഈ സീറോയെ കുറിച്ച് അല്ലെങ്കിൽ അരുണാചലിൽ നമ്മൾ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. സീറോയിൽ നമ്മൾ മിസ് ചെയ്തത് ഒന്ന് അപ്പത്താനി വില്ലേജും, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിയും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടത്തെ നമ്മൾ പറയാത്ത കുറച്ച് കേസ്. അതായത് അരുണാചലിലൊക്കെ ഇപ്പോഴും നമ്മളുടെ ഇന്ത്യയില് എന്താ പറയാ അടിമത്തം എന്ന് പറയുമ്പോ അടിമകളെ വിലക്ക് വാങ്ങുന്നുണ്ടെന്നാണ്. ഇവിടെയൊക്കെ ഇപ്പൊ നമ്മൾ ഇന്ന് ജോണി സാർ സ്കൂളിന്റെ അവിടെ തന്നെ സംഭവം ഉണ്ടായാണ്. അതായത് അടിമകളെ വാങ്ങുക. ആസാമിൽ പോയിട്ട് ഒരു അടിമകളെ വാങ്ങുക. അതായത് അടിമകൾ എന്ന് പറയുന്ന കുട്ടികളാണ്. ഈ ചെറിയ കുട്ടികളെയാണ് അടിമകള് ആക്കുന്നത്. ഇവരെ പോയിട്ട് ആസാമിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം കുട്ടികളെ 2000-3000 രൂപ കൊടുത്തിട്ട്. അത് ഇത്ര വർഷത്തേക്കാണ്. അതായത് 1-2 അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് 2000 അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് 2000 അങ്ങനെയല്ല. ഒരു ഇത്ര വർഷത്തേക്ക് 2000 രൂപ കൊടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് രക്ഷിതാക്കളെടുത്ത് ആ കുട്ടീനെ എടുത്ത് അതിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളും ഉണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്റ്റേറ്റും കൂടിയാണ്. അതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ അടുത്ത കാലത്ത് പോലും നമ്മുടെ ജോണി സാറ് പറഞ്ഞൊരു കഥയുണ്ട്. ജോണി സാർ പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് സാറൊക്കെ ഈ ഒരു ഇതിന് സാക്ഷ്യം അതായത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സാർ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായത് എന്നൊക്കെ. അപ്പൊ അതാ പറഞ്ഞത്, ഇവിടെയൊക്കെ അത് നടക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ടുവന്നില്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അത് ചില കുട്ടികളെ പ്രഗ്നന്റ് വരെ ആക്കിയിട്ടാണ് എന്താ പറയാ അവര് തിരിച്ചു പോകുമ്പോ കയ്യിലൊരു കുട്ടിയുമായിട്ടൊക്കെയാണ് അവര് പോകുന്നത്. മനസ്സിലാക്കണം നമ്മുടെ രാജ്യം എത്ര പുരോഗമിച്ചാലും വിദ്യാഭ്യാസം കൊടുത്തോറും ആളുകൾക്ക് എന്താ പറയാ വിവരലായ്മ കൂടാണെന്ന് പറയുന്നിട്ടുള്ളേ. അതായത് അധികം ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥർ, അതായത് കുറച്ച് വിദ്യാഭ്യാസമുള്ള ജോലിയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ട് അടിമകളെ വെക്കുന്നത്. ഈ അടിമകൾ എന്ന് പറയുമ്പോൾ ആ ചെറിയ കുട്ടികളെ തല്ലുകയും അതുപോലെ തന്നെ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അവർക്ക് ചെയ്യാൻ പറ്റാത്ത കേസൊന്നുമില്ല. എല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിൽ തന്നെ നന്നായിട്ട് ഇവരെ ദേഹോപദ്രവം ചെയ്യുക. അത്തരം കേസൊക്കെ ഇവിടെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. സീറോയിൽ തന്നെ നടക്കുന്നുണ്ട്. അരുണാചലിന്റെ 4 ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൽ സീറോയിൽ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് പിന്നെ നമ്മൾ ഇവിടുത്തെ സ്പൈസസ് ബോർഡിന്റെ കീഴിൽ വരുന്ന ഒരുപാട് തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കീഴിൽ വരുന്ന പറഞ്ഞാല് അവര് പോയി സന്ദർശിക്കുന്ന തോട്ടങ്ങൾ. അപ്പൊ അതൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. അതായത് ഇവിടുത്തെ ഒരു ഏലമുണ്ട്.
നമ്മുടെ നാട്ടിലത്തെ ഏലം പോലെയല്ല, കറുത്തതാണ്, കറുത്ത ഏലം. കറുത്ത ഏല പറഞ്ഞില്ലേ? ആ, അപ്പൊ ഈ കറുത്ത ഏലം അപ്പൊ അത് കാണണമെങ്കിലൊക്കെ സുധീർ സാർ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് അതൊക്കെ നടക്കുക. പക്ഷേ സാറിന് തിരക്കാണെന്ന് പറഞ്ഞില്ല. അപ്പൊ അതും തന്നെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയൊരു വരവ് നമ്മൾ വരും. ഇവരുടെയൊക്കെ കോണ്ടാക്ട് നമ്പർ നമ്മുടെ അടുത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മള് പരമാവധി അവരെ വിളിച്ചിട്ട് ഫ്രീ ആണോ, ഫ്രീ ആയി നിൽക്കുന്ന സമയമാണോ, അങ്ങനെയെങ്കിലും നമുക്ക് ആ ടൈമിലേക്ക് കയറിയിട്ട് വരാം. എന്നാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ പറഞ്ഞ അവരപ്പത്താനും വില്ലേജ് ആയാലും ഇവിടുത്തെ കൃഷി രീതി ആയാലും ഇവിടുത്തെ ആളുകളുടെ ശരിക്കുള്ള ജീവിത ശൈലിയും ഒക്കെ നമുക്ക് ഒപ്പിയെടുക്കാൻ വേണ്ടി പറ്റിയിരുന്നു. അതൊക്കെ കയറ്റി തന്നെ പോകുന്ന, പക്ഷേ സാധിച്ചില്ല. ഏതായാലും പോട്ടെ, ഞങ്ങൾ ഇവിടെ നിന്ന് എറണാകുളത്തിൽ നിന്നും ഇറങ്ങുവാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ഇറ്റാനഗറിലേക്ക് 103 കിലോമീറ്റർ ആണ്. അപ്പൊ ഇറ്റാനഗർ കഴിഞ്ഞിട്ട് നമുക്ക് ഇറ്റാനഗറും കഴിഞ്ഞ് പോകണം. നമുക്ക് കുറച്ച് ടൈമും കുറവാണ്. സമയം ഇപ്പൊ തന്നെ 12 മണി കഴിഞ്ഞു. 12 മണി കഴിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ഒരു 3 മണിക്കൂറും കൂടി അല്ല 3-3.5 മണിക്കൂർ ഇവിടെ സൂര്യൻ ഉണ്ടാവുള്ളൂ. സൂര്യാസ്തമയം ആവാറായി. ഏകദേശം പകുതിയായി. ഇന്നത്തെ ദിവസം പകുതിയല്ല, മുക്കാലായി. ഞാൻ അധികമല്ല. ഉച്ചഭക്ഷണം ഇന്ന് എന്ത് ചെയ്യൂടാ? ഉച്ചഭക്ഷണം നമ്മൾ കഴിച്ചില്ല, ഉച്ചയായി. മൊത്തത്തില് ഇന്നലത്തെ എഡിറ്റിങ് കാര്യമൊക്കെ കഴിഞ്ഞ് കിടക്കണത് തന്നെ നല്ല നേരം വൈകിട്ടാണ്. 12 മണി കഴിഞ്ഞാണ്. ആ തണുപ്പിൽ 12 മണി വരെയൊക്കെ തീ വിട്ട് ഞങ്ങൾ രണ്ടാളും ലാപ്ടോപ്പ് വെച്ച് അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യണം. ആ എഡിറ്റിങ് കഴിഞ്ഞ് ഉറങ്ങും. ഇപ്പൊ രാവിലെ എണീറ്റത് 9 മണി കഴിഞ്ഞാണ് അല്ലേ? പിന്നെ ഉടനെ വണ്ടി എടുത്ത് പോരാനും പറ്റിയില്ല. വണ്ടിന്റെ കംപ്ലൈന്റ് തീർക്കേണ്ടി വന്നു. അങ്ങനെ മൊത്തത്തിൽ പോയി കണ്ടു തിരിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് നമ്മൾക്ക് നേരം വൈകാൻ പല കാരണങ്ങളും ഉണ്ടായി. പോന്നപ്പോ ഇതൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല അല്ലേ? പോന്നപ്പോ പറ്റില്ലേ? അപ്പൊ നമ്മള് പോന്ന റോഡ് അടിപൊളിയാട്ടോ. റോഡ് ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ എന്നല്ല പറഞ്ഞ. 2 വർഷം. അതുവരെ റോഡ് വളരെ മോശമായിരുന്നു. പിറ്റാനഗറിൽ കുറച്ച് ഏരിയയില് റോഡ് മോശമുണ്ട്. നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ടടാ. കഴിക്കണേ, വിശക്കുണ്ടല്ലേ? ചെറുതായിട്ട് വിശക്കുണ്ട്. അപ്പോ നമുക്ക് പോട്ടി എന്ന് പറയണ ആ ഒരു ടൗണിലെത്തിയിട്ട് വല്ല വിട്ടു നോക്കാം. ഇനിയിപ്പോ വലിയ ദൂരമൊന്നുമില്ല, 10-20 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. ഈ വ്യൂ ഒന്നും കിട്ടാതെ നമ്മളാ പോയിരുന്നതേ. എന്ത് സുന്ദരമായ കാഴ്ച അല്ലേ? പിന്നെ അതിമനോഹരം. നിലാവിന്റെ വട്ടത്തിലാണ്. നിലാവിന്റെ വട്ടത്തിലാണ് അന്ന് വന്നത്. ഏതായാലും നമ്മളത് അന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചായിരുന്നു, റിട്ടേൺ പോകുമ്പോ എന്തായാലും പകൽ വെളിച്ചത്തിൽ പോകണം എന്നുള്ളത്. നല്ല വ്യൂ ആണേ, നല്ല അടാറ് വ്യൂ ആണ്. പക്ഷേ നമുക്ക് അധികം നേരം നിൽക്കാനില്ലല്ലോ എന്നുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ നമ്മളെല്ലാം എടുത്ത് അങ്ങനെയൊക്കെ പോകുള്ളൂ, സാവധാനം പോകുള്ളൂ. അതിപ്പോ നമ്മള് ഇനി ഭക്ഷണം കൂടി കഴിക്കാൻ നിൽക്കുമ്പോഴേക്ക് നേരം ഒരുപാടാവും. പോകുന്ന വഴിയിലൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇവിടെ റൈസ് ഉണ്ട്, പിന്നെ അതിലേക്ക് താളിപ്പ്, സാമ്പാർ പോലെ കറി അല്ലേ, പിന്നെ ചിക്കൻ ഓരോ പീസ് അതും വാങ്ങിയിട്ടുണ്ട്. പപ്പടം ഉണ്ട്. പപ്പടം തന്നെ പപ്പടത്തിൽ അരക്കത്തരം കാട്ടിയത് പകുതി പപ്പടം അല്ലേ. പിന്നെ അതിലേക്ക് ചമ്മന്തി, അച്ചാർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ കറി. അങ്ങനെ ഇത് കഴിച്ചിട്ട് നമുക്കങ്ങനെ പോവാം. പോട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. പോട്ടിയിൽ നമ്മൾ ഇറ്റാനഗർ. ഭക്ഷണം കഴിച്ചാൽ വന്നിട്ടൊരു ഡാമിൻ്റെ ചെറിയൊരു വ്യൂ കാണാം. വെള്ളമല്ലേ? വെള്ളം കമ്മിയാണ്. പക്ഷെ എന്താ വ്യൂടെ, പിന്നെ ഇത്രയാണ് ഹൈറ്റിലല്ലേ നമ്മൾ നിൽക്കണേ. കൊള്ളാട്ടെ. ഡാം ചെറുതായിട്ട് ഓപ്പൺ ആക്കിയാണ്, മാത്രമേ വെള്ളം കുറവാ. എന്നാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇനി ഇറ്റാനഗർ ഭാഗത്തേക്ക് പോവാണ്, ഇറങ്ങുകയാണ്. സമയമില്ല അല്ലേ? സമയമില്ല. നമ്മൾ വന്നത് ഇവിടുന്ന് ഈ കാണുന്ന ലെഫ്റ്റ് എന്നുള്ള റോഡ്, അതിലാണ് നമ്മൾ കിമിൽ നിന്ന് വരിക. കിമിൻ ബോർഡർ ആയി കയറി കഴിഞ്ഞാൽ നമ്മൾ അതിൽ വരും. ഇത് നമ്മൾ ഇറ്റാനഗറിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് വഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ ആ വഴി കണ്ടില്ല, ഈ വഴിയും നമ്മൾ കണ്ടില്ല. വഴി രാത്രിയല്ലേ വരുന്നത്, അതുകൊണ്ട് കണ്ടില്ല. ഇത് നമ്മൾ ആദ്യമായിട്ടാ പോണേ. പോയി നോക്കാം. അപ്പൊ മേലെ കൂടെ വണ്ടി വേണോക്കാം. അവിടെ നോക്കിയപ്പോ ഈ റോഡ് കണ്ടില്ല. ഓരോ മലകളും കയറി ഇറങ്ങി അരുണാചലിനെ നമ്മൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ വേണ്ടി പോവാണ് ഈ യാത്രയില് അല്ലെ. പിന്നെ അരുണാചലുണ്ടോ നമ്മുടെ ലിസ്റ്റില്? നോക്കണല്ലേ, ചെക്ക് ചെയ്യണം. അതിനെ ഇപ്പൊ 3 സൈഡ് കയറി. തവാങ് സൈഡ്, കിബത്തോ, 0. അതായത് 2 അറ്റവും സെന്ററും കയറി. പിന്നെ അത്യാവശ്യമായി അല്ലേ. പിന്നെ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇറ്റാനഗർ എത്താനായിട്ടുണ്ട്. പോകുന്ന പോക്കിൽ കുറച്ച് ഉള്ളി, തക്കാളി, ഉള്ളി, കിഴങ്ങ് അല്ലേ,
ഇഞ്ചി ഇല്ല നമ്മുടെ അടുത്ത്? പച്ചമുളക് ഇഞ്ചി അതിലുണ്ട് തോന്നുന്നു. പിന്നെ കപ്പയുണ്ട്. കപ്പ വേണോ? അതെ അതെ, ഇവിടുത്തെ കപ്പയൊക്കെ വാങ്ങിയല്ലേ കേടൊന്നും അപ്പൊ അതാണ് അത് വിഷയമുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് വേറെ എന്തൊക്കെയുണ്ട്. ഉപ്പേരിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വാങ്ങാറുണ്ടല്ലേ. എന്തേലൊക്കെ ഒരു കറി ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ വേറെ സാധനം ഉണ്ട് ചെങ്ങന്മാരെ, കടുക് അല്ലേ? കടുക് പൂവാണോ അതിനല്ലേ? അല്ലേ? കടുകും പൂവൊക്കെ കൊണ്ടുപോകും കേട്ടോ ആൾക്കാർ. നമുക്ക് വേണ്ട. ഇവിടെ പൊഞ്ഞട്ടി വെച്ചിരുന്നു, ഇതൊക്കെ കടുകും പൂവ്. ഇത് എന്താ? ഇത് വേറെ എന്തോ ഇതൊന്നും വേണ്ട. ഇതാണ് ഇപ്പൊ നമ്മള് തിന്ന് അല്ലേ? എന്തിട്ടില്ല ശരിക്ക്. ഓ ബസ് അത് കിട്ടണേ. ചെങ്ങന്മാരെ, അരുണാചൽ പോലീസുകാരെ ഇറ്റാനഗറിലേക്ക് നമ്മൾ കയറല്ലേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ചെക്കിംഗ് ആണ്. എല്ലാ പേപ്പറും നോക്കി. ടാക്സ് ഇല്ലല്ലോ? ടാക്സ് ഉണ്ട് സാറേ, ടാക്സ് അടിച്ചാണ്. ടാക്സ് നമ്മളത് പുതിയ ആർച്ച് വരുന്നുള്ളൂ സാറേന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതിലെന്നാലും സാറ് അങ്ങോട്ട് വിടല്ല. അതില് ഞങ്ങള് പറഞ്ഞു സാർ ഇവിടെ എവിടേക്ക് വന്നു വെച്ചു? സീറോയിലേക്ക്. സീറോയിൽ ഞങ്ങൾ ലവ് ഷോ സ്കൂളിലേക്ക് വന്നതാണ്. ഞങ്ങളുടെ സാറാണ്, ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, അവിടേക്ക് സാറിന്റെ ഗസ്റ്റ് ആയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അതിന് ബഹുമാനം. അതിന് പിന്നെ മൂപ്പര് പേപ്പർ ഒന്നും വേണ്ട, കണ്ണു മോറൊക്കെ കാണണം. മൂപ്പര് പറയാണ് ഞങ്ങൾ ഇവിടുത്തെ ആളുകൾക്കൊക്കെ സൗത്ത് ഇന്ത്യ ടീച്ചേഴ്സിന് ഭയങ്കര ബഹുമാനമാണ്, ഞങ്ങൾ നല്ല റെസ്പെക്ട് ചെയ്യണ ആളുകളാണ്. അത് കേട്ടപ്പോ ഞങ്ങൾക്കൊരു സമാധാനമായി. പിന്നെ സാറ് ഷെയ്ക്കിന്റെ ഒക്കെ തന്ന് ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ജേണി അല്ലേ ഒക്കെ പറഞ്ഞാണ് ഞങ്ങളെ വിടുന്നത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഓക്കെ ഉണ്ട്. എന്താ വെച്ചാൽ അവരുടെ ക്യാപിറ്റലിലേക്ക് പോവല്ലേ, അപ്പൊ പിന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ചെക്കിങ്. ഇതെന്താ നമ്മോള മുളം കുറ്റി കുറെ ചോറുണ്ടല്ലോ. ഒരു മുളം കുറ്റി വാങ്ങി മുള ബിരിയാണി ഉണ്ടാക്കണം. മുളം കുറ്റി ബിരിയാണി അല്ലേ. ഇവിടെ ഒരുപാട് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോ റോഡ് സൈഡിലുണ്ട്. അങ്ങനെ നമ്മൾ ഇറ്റാനഗർ എത്തിയിരിക്കുന്നു. ഇറ്റാനഗറിലൂടെ സഞ്ചരിക്കുകയാണ്. എന്താ പറയാ, ഇവരുടെ ക്യാപിറ്റലാണ് ഇപ്പൊ ഇതിലെ. അതായത് ഇവരുടെ തലസ്ഥാന നഗരിയിലൂടെയാണ്. അതിൻ്റെ ഒരു ഗഡ്സ് ഒന്നും ഈ ടൗണിലില്ല കേട്ടോ. ഇവരില്ല അല്ലേ? അവര് നമുക്ക് അത്ര വലിയ ടൗൺ ഒരു പുതുമായിട്ട് തോന്നുന്നില്ല, വലിയ ടൗൺ ആയിട്ട് തോന്നുന്നില്ല. ഇതപ്പൊ ആകെ ഇതാണോ അല്ലേ? ഇപ്പൊ നമ്മളുടെ ഒരു അത്ര ഇല്ലേ? വണ്ടിയാണ് അറിയണ്ട്. വണ്ടിയുണ്ട് ഇവർക്ക് തന്നെ. ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവും ഒന്ന് രണ്ട് വണ്ടികളൊക്കെ. പിന്നെ ഇങ്ങനെ നമ്മളിതിലെ താഴത്തു കൂടെ അല്ലേ, മേലെ കൂടെ പോയ വേറെ ഏതോ രാജ്യത്തേക്കാണ്. അപ്പൊ ഇതിന്റെ ചുവട്ടിൽ കൂടെ ഞങ്ങളില്ലേ. അതെ, പിന്നാളി ഇറ്റാനഗർ ആക്കണ അണ്ടർപാസ് NH 415. ഗുഹ ഇത് അടിപൊളിയായിട്ടാ, സെറ്റായി കൊള്ളാം. പൊളിസാൻ താഴത്ത് കൂടെ അങ്ങനെ പോകുന്നോണ്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? ടൈറ്റ് മാർക്കറ്റാട്ടാ. പിന്നെ ഉള്ളുകൂടെ ഒക്കെ ഇഷ്ടം പോലെ ആളുണ്ടല്ലോ. ഇവിടെ കാറിന് എന്നിട്ടുണ്ടാടേ ബാക്കിലല്ലേ? ബാക്കിലെ കാറിന്. പക്ഷെ തിരക്കൊക്കെ റോട്ടിൽ കൂടെ വണ്ടിയൊക്കെ പോലെ ഗ്യാപ്പ്, ആകെ ഒരു ഗ്യാപ്പ് ഉള്ളു. ബാക്കി സൈഡിലൊക്കെ നോ പാർക്കിംഗ് കൊടുത്തണെങ്കിൽ പോലും വണ്ടി നിർത്തി. അപ്പം മാർക്കറ്റാട്ടാ, ചില്ലറ മാർക്കറ്റ് ഒന്നല്ല. ഇറ്റാനഗറിന് ഇങ്ങനെ നമ്മള് കുറച്ച് കാര്യത്തേക്ക് പോന്നാല് കാണുന്ന ഒരു മാർക്കറ്റാണ്. ഈ ചിലപ്പോ ഫുൾ ടൈം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ അതുകൊണ്ടല്ലേ പറയാം ആഴ്ച മാർക്കറ്റ് ആവും. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ആസാം എത്തിയിട്ടില്ല. ടെസ്പൂറിലേക്ക് 153 കിലോമീറ്റർ കാണിക്കണ്ടോന്നല്ലേ. പിന്നെ ഗുവാഹട്ടിയിലേക്ക് നോക്കിയില്ല നമ്മളിപ്പോ. നോക്കിയിട്ട് കാര്യമില്ല, ഗുവാഹട്ടിയിലേക്കല്ല നമ്മള്. ഇനി അങ്ങനെ തെച്ചു പിടിക്കാൻ പുറത്തെത്തിയില്ലേ. പുറത്തെത്തിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അരുണാചലിൽ തന്നെയാണ്. ആസാമക്കട് കയറിയില്ല. ആസാമിൽ കയറുമ്പോ ചെക്കിങ് ഒന്നും ഉണ്ടാവുന്നില്ല. എന്നാലും എന്തേലൊക്കെ ചിലപ്പോ കൈയ്യീട്ടിലൊക്കെ ഉണ്ടാവും, നോക്കാം. ഇവർക്ക് വല്ലാതെ ഒന്നും ഇതുപോലത്തെ റോഡുകളില്ല കേട്ടോ. പക്ഷെങ്കില് ഇത് കുറച്ച് പുതിയ റോഡാന്നൊക്കെ ഉണ്ടാവുന്നത്. പുതിയ റോഡോ തണുപ്പ് കയറി തുടങ്ങി. സൂര്യനെ കാണാനല്ല പോയി. ഒരു അരമണിക്കൂർ കൂടി ഉണ്ടാവുള്ളൂ വെളിച്ചങ്ങനെ. പിന്നെ അങ്ങോട്ട് വെളിച്ചം ഉണ്ടാവില്ല. ഏതായാലും പോകുന്ന വഴി നല്ല സുന്ദരമായ ഒരു വഴി. അപ്പൊ അതൊന്ന് കാണിക്കാൻ തരും. ഞാൻ മാത്രല്ല, അരുണാചൽ പ്രദേശിൽ നമ്മളിത് കണ്ടില്ല അത്ര ഇങ്ങനെ വഴിയില്ലേ. റോഡ് ഇങ്ങനെ കണ്ടു നമ്മളെവിടെയും ഇല്ലല്ലോ. ഡബിൾ ലൈൻ നമ്മൾ മറ്റേ ഇല്ല, അരുണാചലില്ല. അല്ലേ? ഇവിടില്ല.
ഓ ഈ മലയൊക്കെ നിക്കണോക്കാം ഇതൊക്കെ വെട്ടി തുറന്നു ഇവരെ പാട്ട് കാലം ഇവർക്ക് ഇതൊക്കെ വെട്ടി തുറന്നിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കട്ടോ. മലകളൊക്കെ മുറിച്ച് വെട്ടി തുറന്ന് കളച്ച് മറിച്ച് കൊണ്ടുപോയിട്ട് വേണം. പക്ഷെ നല്ല വൈബിൾ ഇതിലെ പോവാം. തിരക്കില്ലാത്ത രീതിയിൽ പോവാൻ വേണ്ടി പറ്റുന്നത്. നല്ല ടേണിംഗ് ആണ്. അതേപോലെ തന്നെ സ്വർഗം. ഓ അങ്ങോട്ട് നോക്കുന്ന വ്യൂ. ചേടാ എന്നാ റോഡാ പൊളി. ചെങ്ങന്മാരെ അങ്ങനെ ഞങ്ങൾ ആസാമിൽ എത്തിയിട്ടുണ്ട്. ആസാമിൽ അത് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ്. പമ്പിൽ ചോദിച്ചില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ഥലം കണ്ടപ്പോഴേ നമ്മളിവിടുത്തെ ഈ ആളോട് ചോദിച്ചു. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ നിൽക്കുവാണെന്ന്. ഇന്നത്തെ ദിവസം ഇവിടെയാണ് നമ്മളുടെ കലാപരിപാടികൾ. ഏതായാലും കുക്ക് ചെയ്യണം. കുക്കിങ്ങിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങട്ടെ. ഞങ്ങൾ ആദ്യം ചോറുണ്ടാക്കണം, അതിക്കൊരു കറി ഉണ്ടാക്കണം. ഇന്ന് കറി വെക്കാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ല. എന്നിട്ട് മുട്ടയല്ല അവിടെ ആടെ പുഴുങ്ങി മുട്ട ഉണ്ട്. അതിക്ക് ഒരു കറി ഉണ്ടാക്കാൻ പുഴുങ്ങി മുട്ട നടന്ന് വാങ്ങാം. ഇതൊരു ഹോട്ടലാണ്. അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ ഇപ്പുറത്ത് നമ്മൾ നിർത്തുന്നത്. അങ്ങനെയൊക്കെ ആക്കുന്നു. കണ്ട തണുപ്പില്ലല്ലോ. ഇവർക്ക് തണുപ്പില്ല. തമിഴ്നാട്ടിലെ കാലാവസ്ഥ ഒരു ഭാഗം അല്ലേ. ഈ കുപ്പിനെ വെള്ളത്തിലിട്ടത് ആകെ ഒരുക്കണത്. ഇതാകെ ലുംബനായി. ഓക്കെ, ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇട്ടല്ലേ. എണ്ണ ചൂടായില്ലല്ലേ. കുറച്ച് ഔട്ടില്ല. അവിടെ മാത്രല്ല ഇവിടെ തണുപ്പുണ്ട്. പിഴിഞ്ഞു മുട്ട അവിടെ നിന്ന് വാങ്ങിയതാണ്. അവിടെ കഴിച്ചു. ഏതായാലും ഇന്നത്തെ രാത്രി ഇങ്ങനെ ഇട്ട് അവസാനിക്കാൻ വേണ്ടി പോകണം അല്ലേ. ഭക്ഷണം ആയിക്കട്ടെ, നമുക്ക് ബെഡിട്ട് കിടക്കാം. ഉറക്കമായിരുന്നു. നേരം വരെ അടിച്ചെങ്കിലായിരുന്നു. ബീം സൗണ്ട് ഒക്കെ ഉള്ളേ, അത് നമ്മുടെ ഇൻവെർട്ടറാണ് അല്ലേ. നോക്കല്ലേ, നോക്കൂ അടുത്ത ബാഗിനെ അവിടെ നോക്കാം. കട്ടിലും കെട്ട്, ബെഡും കെട്ടില്ലേ, ബെഡും കെട്ടില്ല. ബെഡർക്ക് കുറച്ച് ദിവസമായി നമ്മൾ അല്ലേ. എത്ര ദിവസമായി നമ്മൾ വണ്ടി കടന്നിട്ട്? ഒരു 5-6 ദിവസമായില്ലേ. പിന്നെ വണ്ടിയിൽ 5-6 ദിവസമായി നമ്മൾ കടന്നിട്ട്. റൂമ് തെറ്റിയാണോ? ഓക്കെ, നമ്മുടെ ജാക്കറ്റാണ്. ജാക്കറ്റൊക്കെ ഇനിയിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തൊരു തെറ്റെന്താ അറിയാമെങ്കിൽ? എന്തേ തെറ്റല്ല, നമുക്ക് പറ്റിയൊരു ഫോൾട്ട്. വണ്ടി പണിയെടുത്തപ്പോഴേ നമ്മളിത് ഈ ബെഡ് എത്ര ഉള്ളല്ലോ ഹൈറ്റ്, ഇതൊരു ഈ ഒരു ഹൈറ്റ് ആണെങ്കിൽ അതിപ്പോൾ ഉള്ളതിനെക്കാട്ടിൽ ഒരടി കൂടിയും കൂട്ടിയിട്ട് ഈ ഒരു ഹൈറ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പം ഈ ഒരു ലെവലിൽ നമുക്കിതിൽ സുഖമായിട്ട് കയറാനുള്ള ഗ്യാപ്പുണ്ട്. നമ്മൾ ഓട്ടോറിക്ഷ അത്ര ഗ്യാപ്പുണ്ട്. ഓട്ടോറിക്ഷ നല്ല ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് കിട്ടും ചെയ്യും. നമുക്ക് സുഖസുന്ദരമായിട്ട് സാധനങ്ങൾ അടിയിൽ കൊള്ളും. ഇതിപ്പോൾ നമുക്ക് സാധനങ്ങൾ കൊള്ളുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. സാധനങ്ങൾ കൊള്ളുന്നില്ല. അതാണ് അത് നമ്മൾ പരിഹരിക്കണ. നമുക്കെന്നെ അറിയില്ല.
ഇത് അപ്പൊ ആ സൈഡത്തെ ഇത് ഈ സൈഡത്തെ ഇത് ഫ്രണ്ടത്തെ അല്ലേ? തണുപ്പുണ്ട് കേട്ടോ. തണുപ്പുണ്ട് ഫ്രണ്ടിൽ എന്തായാലും ഇടേണ്ടി വരും. താരാട്ട് ഓക്കെ. പിന്നെ ഇത് ഈ സൈഡിൽ അത് ആ സൈഡിൽ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളവിടെ കയറിട്ടുള്ളൂ. എന്താടാ കിടന്നില്ലേ? എല്ലാം സെറ്റായി. ഓനങ്ങനെ കിടന്നു. ഞാനും കിടക്കാൻ വേണ്ടി പോയി തന്നെയാണ്. പക്ഷേ അതിൻ്റെ കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട്. വർക്ക് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് മടിയില്ല. അപ്പോൾ എഡിറ്റിങ് കുറച്ചുകൂടിയും ബാക്കിയുണ്ട്. ഇന്ന് കാര്യമായ രീതിയിൽ നമ്മൾ എവിടെയും കയറാതെ പോകുന്നതാണ്. ഒന്നിലേറെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ 12 മണിയായില്ലേ. പിന്നെ ഇപ്പോൾ നമുക്ക് പകലോട്ട് 2 മണിക്കൂറെല്ലാം നമ്മൾ മര്യാദയ്ക്ക് ഓടിയിട്ടുള്ളൂ. 2-2.5 മണിക്കൂർ നമ്മൾ മര്യാദയ്ക്ക് ഓടിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ ഒന്ന് സൈഡായി കിടക്കുകയാണ്. ഏതായാലും ഈ ഒരു വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തല്ലേ വേണ്ടി നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ബൈ.